ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളിപ്പോൾ അത്യാവശ്യം എസ് യു വികളുടെ സെയിലും ടോപ്പ് 10 വാഹനങ്ങളുടെ സെയിലും ഒക്കെ നോക്കിയതാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ മാസം വിറ്റുപോയ സെഡാൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ആൻഡ് ഇതിൽ 11 വണ്ടികൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 11th പൊസിഷനിൽ നിൽക്കുന്നത് സ്കോഡ സൂപ്പർബാണ്. ഈ വണ്ടി അവർ ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്താണ് കൊണ്ടുവരുന്നത്. ഇത് ഇടയ്ക്ക് വെച്ച് നിർത്തിയതാണ്. പിന്നെ ഇപ്പോൾ അവർ ഒരുപാട് റേറ്റിൽ 54 lakhs ആ പ്രൈസിൽ എന്താണ്ടായിരുന്നു വണ്ടി ലോഞ്ച് ചെയ്ത്. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും വാങ്ങാറില്ല. കഴിഞ്ഞ മാസം 2 വണ്ടി വിറ്റ് പോയിട്ടുണ്ട്. അതെങ്ങനെയെന്ന് എനിക്കറിയില്ല. ഏപ്രിൽ മാസത്തിലൊന്നും തന്നെ വിറ്റ് പോയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രത്യേകിച്ച് വ്യത്യാസം അങ്ങനെ കണക്കൊന്നും പറയാനില്ല. വ്യത്യാസം പറയാനാണെങ്കിൽ രണ്ടുണ്ട്. ഗ്രോത്ത് പെർസെൻറ്റേജ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഒന്നും ഇല്ല. കാരണം ഏപ്രിലൊന്നും വിറ്റിട്ടില്ല, മെയിൽ 2 വിറ്റു, അങ്ങനെയാണല്ലോ. ഏതായാലും ഇതിൻ്റെ പുതിയ ജനറേഷൻ അധികം വൈകാതെ തന്നെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അതിൽ ഡീസൽ എഞ്ചിൻ ഉണ്ടാവും എന്നൊക്കെ റൂമേഴ്സ് ഉണ്ടായിരുന്നു. അതുണ്ടാവില്ല എന്ന് നമുക്ക് കാണാം. ഈ വർഷം അത് ഇനിയിപ്പോൾ ഉടനെ തന്നെ എക്സ്പെക്റ്റഡ് ആണ്. ഇനി നമ്മുടെ അടുത്ത 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടൊയോട്ടയുടെ ക്യാമറയാണ്. ഇതിന് കഴിഞ്ഞ മാസം അത്യാവശ്യം നല്ല സെയിൽ കിട്ടിയിട്ടുണ്ട്. 198 വാഹനങ്ങൾ സെയിലാണ് വന്നിരിക്കുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് വാഹനം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ വളരെ നല്ലത് തന്നെയാണ്. ഏപ്രിൽ മാസത്തിലാണെങ്കിലും 208 വാഹനങ്ങളുടെ സെയിലുണ്ട്. 10 വണ്ടികളുടെ വ്യത്യാസം 4.81% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് മന്ത് ഓൺ മന്തിൽ വന്നിരിക്കുന്നതിനാണ്. 11 വണ്ടികളുള്ളതിൽ നമുക്ക് ടോട്ടൽ 5 വണ്ടികൾക്ക് ഗ്രോത്തും 5 വണ്ടികൾക്ക് ഡീഗ്രോത്തുമാണ് ഉള്ളത്. പിന്നെ ക്യാമറി എന്ന് പറയുമ്പം സത്യം പറഞ്ഞാൽ ആ പ്രൈസ് പോയിന്റിൽ നിങ്ങൾക്ക് ഫോർച്യൂണർ ആണെങ്കിൽ കിട്ടും. പക്ഷേ ഇത് വളരെ പ്രീമിയം ആയിട്ടുള്ള വണ്ടിയാണ്. നിങ്ങളിപ്പോൾ പുറത്തൊക്കെ ടാക്സി ആയിട്ട് ഓടുന്ന വണ്ടിയെന്ന് ചിലപ്പോൾ പറയുമായിരിക്കും. പക്ഷേ അത് ഈ വേരിയൻ്റ് അല്ല. ഇത് നമുക്ക് ടോപ്പ് ഓഫ് ദ ലൈൻ ക്യാമറയാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടി അത്യാവശ്യം നല്ല പ്രീമിയമാണ്. ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ നല്ല ലക്ഷറീസ് ആണ്. ഇനി അടുത്ത 9th പൊസിഷനിൽ നിൽക്കുന്നത് ഇവർ നിർത്തി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിയാസ് ആണ്. ഇതിനെങ്ങനെ ഇപ്പോൾ ഇത്രയും സെയിൽ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ മാസം 458 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ഏപ്രിലിൽ 321 വരെ പോയായിരുന്നു. അപ്പോൾ വിചാരിച്ച് ഇനിയിപ്പോൾ പതുക്കെ വല്ലാണ്ട് കുറയായിരിക്കും. കാരണം അവർ നിർത്തുന്ന ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നത്തേക്ക് നിർത്തും എന്ന് പറഞ്ഞില്ല, നിർത്തും എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഏതായാലും 137 വാഹനങ്ങളുടെ വ്യത്യാസവും 42.68% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് മന്ത് ഓൺ മന്ത് ബേസിൽ വന്നിരിക്കുന്ന വണ്ടി ഇതാണ്. അത് ലോ വോളിയം സെയിൽസ് ആയതുകൊണ്ടാണ് എന്നുള്ള റീസൺ. പക്ഷെ എന്നാലും ഇപ്പോഴും ഇവരിത് വിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇത്രയും കാലമായിട്ട് ഇതിന് പ്രത്യേകിച്ച് ഒരു അപ്ഡേറ്റും കൊടുത്തിട്ടില്ല. എന്നിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ആൻഡ് കഴിഞ്ഞ മാസം 8th പൊസിഷനിൽ നിൽക്കുന്ന ഹോണ്ട സിറ്റിയാണ്. ഒരു കാലത്ത് ബെസ്റ്റ് സെല്ലിംഗ് വണ്ടിയായിരുന്നു. കഴിഞ്ഞ മാസം ജസ്റ്റ് 491 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ ഇതിന് കിട്ടിയിട്ടുള്ളൂ. ഏപ്രിൽ മാസത്തിൽ 406 വാഹനങ്ങളുടെ സെയിലാണ് വന്നത്. അതായത് 85 വണ്ടികളുടെ വ്യത്യാസവും 20.94% ഗ്രോത്ത് റേറ്റും. ഗ്രോത്ത് പെർസെൻറ്റേജ് ഒക്കെ പറഞ്ഞു വരുമ്പോൾ അത്യാവശ്യമുണ്ട്. പക്ഷേ 500 താഴെ സെയിൽ കിട്ടുന്ന സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ നിരാശകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു കാലത്ത് ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ സെയിൽ കിട്ടിക്കൊണ്ടിരുന്ന വണ്ടിയായിരുന്നു. 2000-3000 ഒക്കെ ഈസി ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നതാണ്. അതാണ് ഇപ്പോൾ ഈ 500 താഴെ കിടന്ന് 350, 400, 500 ആ റേഞ്ചിൽ കിടന്ന് കളിക്കുന്നത്. ഇതിൽ ഒരു ഫേസ് ലിഫ്റ്റും വന്നതാണ്. ഇനിയിപ്പോൾ ഇവരിത് എന്ത് ചെയ്താൽ മാറും എന്നെനിക്കറിയില്ല. പുതിയ ജനറേഷനൊക്കെ ഇനി കുറച്ച് കാലം എടുക്കും. അടുത്ത നമ്മുടെ 7th പൊസിഷനിൽ നിൽക്കുന്ന ഹ്യുണ്ടായുടെ വെർണയാണ്. ഇതിൻ്റെയും സെയിൽ ലോഞ്ച് ചെയ്തപ്പോൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ലോഞ്ച് ചെയ്ത സമയത്ത് ഇതിന് അതായത് 2023 4000 വരെയൊക്കെ സെയിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്തായാലും വന്ന് പതുക്കെ സെയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം അത് ജസ്റ്റ് 930 വാഹനങ്ങളിലേക്ക് വന്നു. ഏപ്രിൽ മാസത്തിലും 1005 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 75 വണ്ടികളുടെ വ്യത്യാസവും 7.46% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഏകൻ ഡീഗ്രോത്ത് റേറ്റ് ഭയങ്കര ഹൈ അല്ല. പക്ഷെ എന്നാലും ഇതിന് 1000 താഴെയാണ് സെയിൽ വന്നിരിക്കുന്നത്. ഈ വണ്ടിയിൽ കിട്ടുന്ന ഫീച്ചേഴ്സ്, അതുപോലെ ഇതിൻ്റെ പവർ പാക്ഡ് ആയിട്ടുള്ള എഞ്ചിൻ പെർഫോമൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വണ്ടി നല്ലതാണ്. പക്ഷേ ഇതിൻ്റെ ഡിസൈനാണെന്ന് തോന്നുന്നു ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ ലെഡ് ഡൗൺ ആയി പോയത്. അതൊന്നും മാറ്റി ഇനിയിപ്പം ഫേസ് ലിഫ്റ്റ് അവർ നന്നാക്കി ഇറക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി സെയിൽ കിട്ടിയേനെ. ഇതിൻ്റെ ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട്. അത് ഹ്യുണ്ടായി ഒഫീഷ്യൽ കൺഫേം ചെയ്തതാണ്. ഇനി 6th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം നമ്മുടെ സ്കോഡയുടെ സ്ലാവിയാണ്. ഇതിന് കഴിഞ്ഞ മാസം 937 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ കയ്യിലേക്ക് ഇറങ്ങിയപ്പോൾ സ്കോഡയുടെ 2 വാഹനങ്ങൾക്കും പണി കിട്ടി. കുഷാക്കിന് പണി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. കാരണം അതിൻ്റെ സെയിൽ ഇതിലും കുറവാണ്, 600 ആ റേഞ്ചൊക്കെ ഉള്ളൂ. പക്ഷേ അതിൻ്റെ കൂടെ സ്ലാവിയുടെയും സെയിൽ കുറവെന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതായത് സ്കോഡ ഡീലർഷിപ്പിലേക്ക് ഒരാൾ കയറി പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ 2 വണ്ടി നോക്കാണ്ട് നേരെ കയ്യിലേക്ക് എടുത്തുകൊണ്ട് പോകണമെന്ന് തോന്നുന്നു. ഏതായാലും ഏപ്രിൽ മാസത്തിലും സ്ലാവിക്ക് സെയിൽ കുറവായിരുന്നു. 1048 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുള്ളൂ. കമ്പയർ ചെയ്യുമ്പോൾ 111 വാഹനങ്ങളുടെ വ്യത്യാസവും 10.59% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി ഇതാണ്. ഇനി നമ്മുടെ അടുത്ത 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റയുടെ ടിഗോറാണ്. ഇതിൻ്റെ തന്നെ ഇലക്ട്രിക്, പെട്രോൾ, CNG എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. കഴിഞ്ഞ മാസം 1076 വാഹനങ്ങൾ സെയിലാണ് അതിന് കിട്ടിയത്. ഏപ്രിൽ മാസത്തിൽ 1296 വാഹനങ്ങൾ സെയിലായിരുന്നു വന്നത്. അതായത് 220 വാഹനങ്ങളുടെ വ്യത്യാസവും 16.98% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് മന്ത് ഓൺ മന്തിൽ വന്നിരിക്കുന്ന വണ്ടി ഇതാണ്. ആൻഡ് ഇതിൻ്റെ സെയിൽ ഇടയ്ക്ക് വെച്ച് അവർ CNG ഇലക്ട്രിക് ഒക്കെ ഇറക്കി അത്യാവശ്യം ഒന്ന് കൂട്ടിയതായിരുന്നു 3000-4000 വരെയൊക്കെ. പക്ഷേ ഇപ്പോൾ പിന്നെ
കുറഞ്ഞു വരാൻ തുടങ്ങി. അതിനിപ്പോൾ ഇവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം പുതിയ ഡിസയർ വന്നു, പുതിയ ജനറേഷൻ അമേസ് വന്നു. അതിൻ്റെയൊക്കെ മുന്നിൽ ഈ വണ്ടി ഇപ്പോഴും കുറച്ച് ഇൻഫീരിയർ ആണ്, കാരണം ഫീച്ചേഴ്സ് വൈസ് അങ്ങനെ ഒരുപാട് പറയാൻ മാത്രമൊന്നുമില്ല. 360 ക്യാമറയും പുതിയ 10 ഇഞ്ച് സ്ക്രീനും ഒക്കെ അവർ ആഡ് ചെയ്തായിരുന്നു. പക്ഷെ എന്നാലും വണ്ടി എക്സ്റ്റീരിയറിൽ നിന്ന് കാണുമ്പം കറക്റ്റ് ടിയാഗോ പോലെ തന്നെയാണല്ലോ, പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി അടുത്ത 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനമാണ് നമ്മുടെ ഫോക്സ്വാഗൻ്റെ വെർട്ടസ്. ഇതിന് കഴിഞ്ഞ മാസം 1707 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിൽ 1605 വാഹനങ്ങൾ സെയിൽ വന്നിട്ടുണ്ട്. 102 വാഹനങ്ങളുടെ വ്യത്യാസം 6.36% ഗ്രോത്ത് റേറ്റാണ് ഉള്ളത്. ഗ്രോത്ത് പെർസെൻറ്റേജിന് കണക്കിലെടുക്കുകയാണെങ്കിൽ ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഈ വണ്ടിക്കാണ്. പക്ഷേ സെയിൽ അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാം. 2000-ന് ആയിട്ട് ഇതിന് മിക്ക മാസങ്ങളും കിട്ടുന്നുണ്ട്. ആൻഡ് ഈ സി സെഗ്മെൻറ്റ് സെഡാൻസിൻ്റെ കാറ്റഗറിയിലും ഇപ്പോൾ കുറേ കാലമായിട്ട് 1-2 വർഷമായിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയും ഇത് തന്നെയാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ കണക്ക് എന്തായാലും ഉറപ്പാണ് ഈ വണ്ടി തന്നെയാണെന്നുള്ളത്. ആൻഡ് അതിൽ ഇതിനെ പൊട്ടിക്കാനും ഇപ്പോൾ വരണയൊക്കെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സായിട്ട് വന്നിട്ടും ഇപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും ഇതിൻ്റെ സെയിൽസിന് വെട്ടാൻ പറ്റിയിട്ടില്ല. ഇനി 3rd പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ പുതിയ ജനറേഷൻ അമേസ് ആണ്. പക്ഷേ ഇതിനങ്ങനെ ഭയങ്കര വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള സെയിലൊന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞ മാസം 1998 വാഹനങ്ങളുടെ സെയിലാണ് വന്നത്. കറക്റ്റ് ഹോണ്ട ഇന്ത്യയിൽ വന്ന വർഷമാണ്. പക്ഷേ എന്തായാലും അമേസിന് ഇത്രയേ ഉള്ളൂ സെയിൽ. ഏപ്രിലിൽ 2019 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. അതായത് ആദ്യത്തെ നമ്മുടെ സെക്കൻഡ് ജനറേഷൻ അമേസ് ഇറങ്ങിയത് 2018 തോന്നുന്നു. സോ ഏകദേശം അതുമായിട്ടൊക്കെ ഇവരുടെ ലോഞ്ച് പ്ലാൻസുമായിട്ടൊക്കെ കറക്റ്റായിട്ടുള്ള സെയിലാണ് വന്നിരിക്കുന്നത്. ഇനി വ്യത്യാസം 21 വാഹനങ്ങളുടെ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് 1.04% ആണ്. ഡീഗ്രോത്ത് റേറ്റൊക്കെ ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഇതിനാണ്. പക്ഷെ എന്നാലും ഒരു സബ് 4 മീറ്റർ സെഡാൻ എന്നുള്ള രീതിയിൽ ഇത്രയും സെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് മുതലാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം മറ്റു വാഹനങ്ങളൊക്കെ നല്ല സെയിൽ കിട്ടാറുണ്ട്. സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന ഹ്യുണ്ടായ് ഓറയാണ്. ഇതിന് കഴിഞ്ഞ മാസം 5225 വാഹനങ്ങൾ സെയിൽ കിട്ടിയതാണ്. ഏപ്രിലും 4224 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നു. 1001 വാഹനങ്ങളുടെ വ്യത്യാസം 23.7% ഗ്രോത്ത് റേറ്റ് ആണ്. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടി ഇതാണ്. അതുമാത്രമല്ല, ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന വണ്ടി നമുക്കെല്ലാവർക്കും അറിയാം, മാരുതി സുസുക്കിയുടെ ഡിസയർ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 18,084 വാഹനങ്ങളുടെ സെയിലാണ് വന്നത്. ഏപ്രിൽ മാസത്തിൽ 16,996 വാഹനങ്ങളുടെ സെയിൽ വന്നിട്ടുണ്ട്. അതായത് വ്യത്യാസം 1088 വാഹനങ്ങളുടെയും ഗ്രോത്ത് പെർസെൻറ്റേജ് 6.4% ആണ്. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി ഇതാണ്. പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. സെയിൽ 18,000-അടുത്തൊക്കെ ഈ ഒരു സെഗ്മെൻറ്റിലുള്ള വണ്ടിക്ക് ഇപ്പോൾ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ അപൂർവമാണ്. പ്രത്യേകിച്ച് സെഡാൻസ്. ബാക്കി ഒറ്റ സെഡാൻ പോലും 10,000-ന് മുകളിൽ പോയിട്ടില്ല. ഇൻഫാക്ട് 5,000-ന് മുകളിൽ തന്നെ ആകെപ്പാട് അവരെ മാത്രമേ പോയിട്ടുള്ളൂ. ബാക്കിയെല്ലാം അതിലും താഴെയാണ്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് അത് വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. പിന്നെ ഇപ്പോൾ ഈ 4th ജനറേഷൻ ഡിസയറും അവർ ടാക്സിയിൽ കൊടുക്കുന്നുണ്ടല്ലോ. ആൻഡ് എല്ലാത്തിനും കൂടെ കമ്പൈൻഡ് സെയിൽ തന്നെയാണ് ഇവരിപ്പോൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എനിവേ ഗൈസ്, ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ സെഡാൻസിൻ്റെ വീഡിയോ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.